വീട്ടിൽ പോയിട്ട് പാടെ അടുക്കളയിലോട്ട് കയറിയേ. വീട് ഫുള്ള് കൊള്ളായിട്ട് കിടക്കുകയാണ്. എനിക്ക് തീരെ വയ്യ. കിടക്കണം എന്ന് എനിക്ക് ഉണ്ട്, പക്ഷേ കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും തട്ടിക്കൂട്ട് ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച ചിക്കൻ്റെ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അത് കൂടുതൽ നേരം ഇനി വച്ചിരുന്നാൽ പിന്നെ അത് കളയാനേ കൊള്ളാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു കറി ആക്കിയാൽ രാത്രി എടുക്കാമെന്നുള്ളൊരു പ്ലാനിലാണ്. മോനും ആണെങ്കിൽ ഈ ബാഗ് വിട്ടൊരു കളിയില്ല. എൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കും, എന്നിട്ട് എപ്പോഴും തള്ളിത്താന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. നമുക്ക് 2 പേർക്കും ആൻറ്റിബയോട്ടിക്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു തുടങ്ങിയാൽ നല്ല ക്ഷീണമാവും, അതാണ് വേറൊരു കാര്യം. രാവിലെയൊന്നും എനിക്ക് എണീക്കാനേ വയ്യ കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ തള്ളിയിട്ട് പതുക്കെ ഒളിപ്പിച്ച് അവൻ ഇറങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് ബാഗ് കൊണ്ടുവച്ചേ, ഇല്ലെങ്കിൽ എൻ്റെ ജോലിയൊന്നും നടക്കത്തില്ല. ഇപ്പോൾ പാടാണ് ഇങ്ങനെ ഉണർന്നിരിക്കുന്നതൊക്കെ സമയത്ത് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെപ്പോഴും നോക്കണം കുഞ്ഞുങ്ങളെ, ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. എന്തെങ്കിലും എടുത്ത് വായിൽ വെക്കും കേട്ടോ. ഇവൻ ഇപ്പോൾ വായിൽ വെക്കാൻ തുടങ്ങി. കുഞ്ഞിലേയൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നേ. ചിക്കൻ എടുത്ത് വെളിയിൽ വയ്ക്കുകയാണ്. ചിക്കൻ നല്ല കട്ടയ്ക്കിരിപ്പുണ്ട്. ഇനി അത് കുറച്ച് സമയം എടുക്കും. പാത്രങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ തന്നെ ഉണ്ട്, അത്രയ്ക്കുണ്ട് കേട്ടോ പാത്രങ്ങൾ കഴുകാൻ. കാരണം വയ്യാത്തത് കൊണ്ടേ കഴുകാനൊന്നും പറ്റിയില്ല. ഭയങ്കര ക്ഷീണമായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ. അപ്പം അതും കുറേ കഴുകണം. അതിനിടയ്ക്ക് ഞാൻ ചിക്കൻ വയ്ക്കാനുള്ള ബാക്കി സംഭവങ്ങളങ്ങ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പൈനാപ്പിൾ ഇരുന്നു. അപ്പോൾ അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തേ. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് മധുരം ഇട്ട് കൊടുത്തില്ലെങ്കിൽ അവർ കഴിക്കില്ല കേട്ടോ, കുടിക്കില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മധുരം സെപ്പറേറ്റ് വീണ്ടും ഇട്ട് അടിക്കണുണ്ട്, ഇല്ലെങ്കിൽ അവർ ഒട്ടും കുടിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം കെമിക്കൽസും പഞ്ചസാരയൊക്കെ ഷുഗറൊക്കെ നല്ല കൂടുതലല്ലേ. അപ്പം നമ്മളെന്തായാലും കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം, കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അടിച്ച് ഞാൻ കൊടുത്തേ, 2 പേർക്കും കൊടുത്തേ. നന്ദു കുട്ടി കുടിച്ചു, പക്ഷേ മോനൂട്ടനാണെങ്കിൽ ഒരു വാ പോലും വയ്ക്കാൻ തയ്യാറായില്ല കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഒരു വാ കുടിച്ചു. വീട് ഫുള്ളും കുറച്ച് ദിവസം കൊണ്ട് കൊള്ളായിട്ട് കിടക്കുകയാണ്. എനിക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു ആരോഗ്യം അത്ര പോരാ. കണ്ടാൽ അസുഖമൊന്നുമില്ലെന്ന് തോന്നുമെങ്കിലും തീരെ എനിക്ക് വയ്യ കേട്ടോ. ഞാൻ പിന്നെ അവിടെ ലൈറ്റൊക്കെ തുടച്ചു കേട്ടോ. ഞാനിങ്ങനെ ഒരു സമയം ഇതിന് വേണ്ടി വെക്കില്ല. എന്തെങ്കിലും ഒരു സമയം, ഇപ്പം തന്നെ ചിക്കൻ നമ്മൾ വെളിയിൽ വെച്ചപ്പോൾ അതിലൊരു ഗ്യാപ്പുണ്ട്. ആ സമയത്തിന് ചെയ്താൽ ചെയ്യും. ഇവിടെയൊക്കെ ഉള്ള പൊടി, ഇത് പെട്ടെന്ന് നല്ല പൊടിയുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നമ്മൾ വിചാരിക്കും നല്ല ക്ലീൻ ആയിരിക്കും എന്ന്, തുടയ്ക്കുമ്പോൾ അറിയാം കേട്ടോ നല്ല പൊടി. എനിക്കിപ്പോൾ അലർജിയുടെ ഇൻഫെക്ഷനായിട്ട് ചെസ്റ്റിലൊക്കെ ചെറുതായിട്ടൊരു ഇൻഫെക്ഷൻ ഉണ്ട് കേട്ടോ. അതാണ് നമുക്ക് ഇത് ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വന്നത്. അപ്പം നമുക്ക് നല്ല പൊടിയാണ് ഇവിടെ എല്ലായിടവും. അതുകൊണ്ട് കിട്ടുന്ന സമയത്തിൽ നമുക്ക് ചെറിയ ചെറിയ ജോലികളാണെങ്കിൽ അത് ചെയ്തു പോകുന്നതാണ് നല്ലത് കേട്ടോ. ഞാൻ അങ്ങനെയാണ് പൊതുവേ ചെയ്യാറുള്ളത്. ഇതിന് വേണ്ടിയിട്ട് കണ്ടോ പാത്രം കഴുകാൻ ഒത്തിരി ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച ആ സമയം കൊണ്ട് ചിക്കൻ ആക്കണതിന് മുന്നേ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വെച്ചാലേ നന്നായിരിക്കും. ഇത് ഞാനൊരു അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിച്ച നല്ല ഒരു ഗ്ലാസ്സാണ്. 2 എണ്ണം വാങ്ങിച്ചായിരുന്നേ, മണ്ണിൻ്റെ. പിന്നെ ഒരു ചട്ടിയും വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ പിന്നെ ജസ്റ്റ് അങ്ങനെ തുടയ്ക്കാമെന്ന് വിചാരിച്ച്. മേൽഭാഗത്തൊക്കെ അഴുക്കുണ്ട് കേട്ടോ, പൊടിയുണ്ട്. എല്ലാം കൂടി ഇന്ന് നടക്കത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് പറ്റുന്ന ഭാഗം ക്ലീൻ ചെയ്തിട്ട് ബാക്കി പിന്നെ ചെയ്യാമെന്ന്. ഇതിനിടയ്ക്ക് വൈകുന്നേരം ആകുമ്പോൾ എന്നും മോനിന് പുറത്ത് പോകണം കേട്ടോ. കുറച്ച് നേരം അവനെ കളിപ്പിക്കുക, എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ ബാറ്റൊക്കെ എടുത്തുകൊണ്ട് പോകണം. ഈ സമയത്ത് കൊതു നമ്മളെ പൊക്കിയെടുത്ത് മേളിലോട്ട് കൊണ്ടുപോകും, അത്രയ്ക്ക് കൊതുവാണ് കേട്ടോ. ഇപ്പോൾ ഒരു 5:45 6 മണി ആയിട്ടുണ്ട്. അവനവിടെ കളിക്കുന്നുണ്ട്. എനിക്കും ഇഷ്ടമാണ് വെളിയിലൊക്കെ കൊണ്ടുപോകാൻ. പക്ഷേ ഇപ്പം അടുത്തൊരു വീടിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പൊടി നല്ലതായിട്ടുണ്ട് കേട്ടോ, ഭയങ്കര പൊടിയാണ്. അതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങാനും ഒരു പാടാണ്.
കുഞ്ഞുങ്ങൾ കുറച്ച് നേരമെങ്കിലും നന്നായിട്ട് ആക്റ്റീവായിട്ട് ഓടി ചാടി കളിക്കണം കേട്ടോ. ഇപ്പോൾ അവന് തീരെ വയ്യ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിരുന്നായിരുന്നു കേട്ടോ. പക്ഷേ ഭയങ്കര കരച്ചിൽ, കരഞ്ഞിറങ്ങി വീണ്ടും വയ്യാതായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്ന്. കരഞ്ഞെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ സമ്മതിക്കുന്നതല്ല, പക്ഷേ ഇപ്പോൾ വയ്യാതിരിക്കുകയല്ലേ, അപ്പോൾ നമ്മളും വാശി പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം കളിപ്പിച്ചു കേട്ടോ. ചിക്കൻ ആ ബൗളിലിരിക്കുന്ന അത്രയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബട്ടർ ചിക്കൻ വെക്കാമെന്ന്. ഇവിടെ എല്ലാവർക്കും ബട്ടർ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പുറത്തുനിന്ന് വാങ്ങിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് അതാക്കാതെ നമ്മൾ ഈ ചോപ്പറിലിട്ടിട്ട് വലിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിലെനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഈ ചോപ്പറിൽ ഞാനൊരു 3-4 ഉള്ളി ഒത്തിട്ട് കേട്ടോ. അത് ഭയങ്കര പാടായിരുന്നു എനിക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് കുറച്ച് പാടുപെട്ടാണ് ഞാൻ വലിച്ചെടുത്തത് കേട്ടോ. ഇത് കുറച്ച് സ്പീഡിലിട്ടേക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മൾ ഓയിലല്ല കേട്ടോ, നമ്മൾ ബട്ടറാണ് ഇട്ടത്. എന്നിട്ട് ബട്ടർ ചിക്കൻ്റെ കാര്യങ്ങൾ ചെയ്യുകയാണ്. പിന്നെ ഞാൻ ഇപ്പുറത്ത് തന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. ചപ്പാത്തിയാണ് ഏറ്റവും നല്ലത്, ചപ്പാത്തി അല്ലെങ്കിൽ അപ്പം. ഏറ്റവും നല്ല ചപ്പാത്തിയാണ് കേട്ടോ, ഗോതമ്പിലുള്ള എന്തെങ്കിലും പൊറോട്ട അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ ചപ്പാത്തിയൊന്നും ഉണ്ടാക്കാനുള്ള ആവതില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിലോട്ട് കടന്നു കേട്ടോ. ദോശയാകുമ്പോൾ കുറച്ച് ഈസിയല്ലേ, ചപ്പാത്തി ആകുമ്പോൾ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞാൻ പാത്രങ്ങളും കൂടി കഴുകി പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ നടക്കൂല കേട്ടോ. ഇങ്ങനെ 2 പണികളൊക്കെ ചെയ്താണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ ഒരുവിധം ചെയ്ത് പോണത്. അപ്പോൾ പാത്രം കഴുകുന്നുണ്ട്, ഇടയ്ക്ക് ഞാൻ ചിക്കൻ്റെ കാര്യം നോക്കുന്നുണ്ട്, ദോശയുടെ കാര്യം നോക്കുന്നുണ്ട്. അങ്ങനെയാണ്. മോന് കുറച്ച് നേരം TV ഇട്ട് കൊടുത്തു. നന്ദിക്കുട്ടിക്ക് ട്യൂഷന് വിട്ടു കേട്ടോ. അപ്പോൾ വീട്ടിൽ ബട്ടർ ചിക്കൻ വെച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഞാനിതിൻ്റെ റെസിപ്പി ഒരു പ്രാവശ്യം പോസ്റ്റ് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ തീരെ സുഖമില്ല. അപ്പോൾ ഇതും കൂടി നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ എൻ്റെ ജോലി പെട്ടെന്ന് നടക്കത്തില്ല കേട്ടോ. ഇതൊക്കെ ആൻറ്റിബയോട്ടിക്സാണ്. ഞാൻ പിന്നെ ചിക്കനും ദോശയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ഞാൻ മേല് കഴുകിയിട്ട് വന്ന് ഓടിപ്പോയിട്ട് സമയം ഇപ്പോൾ ഒരു 7:30-8 മണിയായി കേട്ടോ. ഇതെല്ലാം എൻ്റെ മരുന്നാണ്, നേരത്തെ കാണിച്ചല്ല മോനൂട്ടൻ്റെ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. ഇനി മോനൂന് ഞാനൊരു ദോശ കൊടുത്തായിരുന്നു. അപ്പോൾ അവനൊരു മരുന്ന് കൊടുക്കുക, കാരണം 2-3 മരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒത്ത് കുടിച്ചാൽ കുഞ്ഞ് ചിലപ്പം പ്രശ്നമാവും. ഇന്നലെയൊക്കെ വൊമിറ്റ് ചെയ്തായിരുന്നു രാത്രി. അപ്പോൾ എനിക്കിനി ഫുഡ് കഴിക്കണം, എൻ്റെ കുറച്ച് മരുന്നെല്ലാം കഴിക്കാനുണ്ട്, എന്നിട്ട് കിടക്കണം. അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ടേസ്റ്റ് അത്ര കണ്ടറിയാൻ പറ്റില്ല, കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട്. നന്ദുക്കുട്ടിക്ക് പറഞ്ഞമ്മ നല്ല അടിപൊളിയായിട്ടുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൻ കറക്റ്റ് പറയും കേട്ടോ. വേറെ എവിടെയെങ്കിലും കഴിക്കുമ്പോൾ കുറച്ച് കൊള്ളില്ലെങ്കിൽ തന്നെ അവൻ പറയാം അമ്മ കൊള്ളില്ലായിരുന്നെന്ന്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞുകൂടി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കലില്ല. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.